അവർക്കും SD കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വേണം. അപ്പൊ അതിന് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അല്ലേടാ? ഇക്കഥ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരണം. വാടാ വാ. ഗ്ലൗസ് ഒക്കെ എവിടെയാണ് ഇക്ക വെച്ചേക്കുന്നത്? ആദ്യം ഈ ഫാക്ടറിക്ക് ഒരു 50 റൗണ്ട് ഓടിയിട്ട് വാ. ശരീരമൊക്കെ ഒന്ന് വേർക്കട്ടെ. വേണോ? 50 റൗണ്ട്. ഇത് ചെറിയ സ്ഥലല്ലേ, നിങ്ങൾ ഓടിക്കോ. അധികം ഉണ്ടാവില്ല. 50 റൗണ്ട് അല്ലേ? വേഗം തീർത്തേക്കാളാ. വാ. വെള്ളോടത്തെ എത്ര ഉണ്ടല്ലോടാ? 45 ദിവസം കൊണ്ട് ഓടി തീർത്താൽ മതി. ഞാൻ ചോദിക്കാം അങ്ങനോട്. ഓടാവിടുന്ന്. ഇവന്മാര് രാത്രി ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിരുന്നിട്ട് മരുന്ന് വലിക്കണ്ടെന്നൊരു സംശയമുണ്ട് എനിക്ക്. നമ്മളെ കാണുമ്പോ ഒരു ബഹുമാനക്കുറവാണ് ഇവന്മാർക്കേ. പൊക്കമുള്ള ഉണ്ടല്ലോ ഇവിടെ. ഓടി. എന്നാ ഇപ്പൊ എല്ലാരും വീട്ടിൽ പോക്കോ. അപ്പൊ ബോക്സിംഗാ? നാളെ വരുമ്പോ എല്ലാരും സ്പോർട്സ് വെയർ കൊണ്ടുവരണം. എന്നിട്ട് ഇതിന് ഒരു 50 റൗണ്ടും കൂടി ഓടണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ നാളെ ഓട്ടം തന്നെയാ? ഇവിടെ തന്നെ കിടക്കാം. വേണ്ടടാ, ഇയാൾക്ക് പ്രാന്ത. ഇയാളെ പിന്നെ ഓടിക്കും. വീട്ടിൽ പോ. ഓടി കഴിഞ്ഞ നിങ്ങളാ പുറകോട്ട് നിൽക്കും. എനിക്ക് ബോക്സിംഗ് വേണ്ട, കുസ്തി മതി. നീ അങ്ങോട്ട് നിൽക്ക, ഞാൻ ഇപ്പൊ വരാം. ഞാൻ കുസ്തി പഠിക്കണേ. ഇതാണോ കുസ്തി? കൊള്ളാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബോക്സിംഗ് സ്റ്റാൻസ്. നമ്മുടെ വലത് കാല് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് അതിൽ ബലം കൊടുത്തേക്ക്. ഓക്കെ. ഇനി ഗാർഡ്. ഈ 2 കൈയും ഇങ്ങനെ ഫേസിനോട് ചേർത്ത് പിടിക്കുക. ഇതെന്തിനാണെന്നറിയാവോ? മുഖത്തിന് ടിടികിട്ടായിരിക്കാൻ. ഈ കൈ എപ്പ താഴുന്നോ അപ്പം മുഖത്തിന് ടിടികിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ? ഇങ്ങനെയല്ലടാ. ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. തലയിലല്ലടാ, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ചേർത്ത്. ഓക്കെ. എന്റെ ശരിയാ. പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അറിയാ പുള്ളിക്ക്. അസൂയ. ഇനി എതിരാളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തോ. ശിവോ, നീ ഒന്ന് കാണിച്ചു. മമ്മി, മമ്മി പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ആരെ പേടിപ്പിച്ച്? നാളെ മുതൽ ഇതൊന്നും പോരാ. ഈ സോയൻ ചമ്മന്തി ഒന്നും പോരാ. കുറച്ചുകൂടി പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഞാൻ ബോക്സിംഗ് ട്രെയിനിങ് തുടങ്ങി. ഓ, നിനക്ക് പറ്റണ പണിക്ക് പോയാ പോരെ. ബോക്സിംഗേ അടുത്ത ഉടായിപ്പോട്ട് വന്നേക്കോ. ഒരാൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. കഷ്ടം തന്നെ മമ്മി.
ഇത് വാടകയൊക്കെ ബോക്സിങ് ഷിബു അതെ ഇത് എത്ര നാളായത്? ഒരു മാസായിട്ട് തന്നെ ഷിബു ഒറ്റ മിനിറ്റ്. സലീം കാ വണ്ണ് പഠിച്ചു, ഇനി എന്താണ്? നോക്കിക്കോ. ടോ ടോ ചെയ്തോ. എടാ ചോദിച്ചോ നാളെ മുതൽ ഞാനൊന്നും ഇല്ല കേട്ടോ. 1 ഒരു മാസം, 2 2 മാസം. ഷാനു ടു 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 ടു. ഇന്നലെ ജോജിക്ക് മെസ്സേജ് അയച്ചിട്ട് ഓൺലൈൻ ആയിട്ട് റിപ്ലൈ തരാത്തെ? അത് അങ്ങനെയല്ലാനു, ഞാനിപ്പോ ബോക്സിംഗ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയല്ലോ. നെക്സ്റ്റ് വീക്ക് ഞങ്ങക്ക് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാനും കോച്ചും വീഡിയോ കോൺഫറൻസിലായിരുന്നു. സോറി, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യോ? അപ്പോ ഇപ്പൊ ജോജയ്ക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റുമോ? ഇടിക്കാനൊക്കെ പണ്ടേ പറ്റുമായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കലാണ്. അന്നാ ആ ടച്ച് സുനീനെ ഇടിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇടിക്കണോ? വേണ്ട മോനെ. നീ അവനൊന്ന് നോക്കിയേ. നേരെ ചെന്ന് അവന്റെ റൈറ്റ് സൈഡിൽ ഒരു 1ഉം ലെഫ്റ്റ് സൈഡിൽ ഒരു 2ഉം കൊടുത്താ അവൻ നേരെ വെള്ളത്തിൽ കിടക്കും. ചെയ്യട്ടെ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ ഞാൻ അവൻ ഇടിച്ച് വെള്ളത്തിലിട്ടാ അത് കേസാവും. പിന്നെ ആരിടിച്ചു? അത് ചിലപ്പോ നിന്റെ പപ്പ അറിയും. നിന്റെ ഫോൺ മേടിച്ചു വെക്കും, ലാപ്ടോപ്പ് മേടിച്ചു വെക്കും, ചിലപ്പോ ട്യൂഷന് പോലും വിടില്ല. ആകെ പ്രശ്നമാവും. കുഴപ്പമുണ്ടോ? വേണ്ട വേണ്ട. അല്ല, അതെല്ലാം നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ചിട്ട് വരാം. ഞാൻ പൊട്ടിച്ചിട്ട് വരട്ടാ. എനിക്ക് അവനെ അനുവില്ലാത്തപ്പോ കിട്ടും, അപ്പൊ കൊടുത്തോളാം. ജോജോ പഠിക്കുന്നത് കിക്ക് ബോക്സിംഗ് ആണോ അതോ നോർമൽ ബോക്സിംഗ് ആണോ? അല്ല, അതിപ്പോ ബോക്സിംഗിൽ ആകെ ഒരു ബോക്സിംഗ് അല്ലേ ഉള്ളൂ, അല്ലടാ? അതെ, നോർമൽ ബോക്സിംഗ്. ഞാൻ പിന്നെ ഇതൊന്നും കണക്കിലെടുക്കാറില്ല. റിങ് കയറി അടിച്ച് പൊളിക്കാന്നുള്ള മൂടാണ്. ശരി, see you tomorrow. അപ്പൊ see you. Bye. എടാ, നമ്മളുടെ എന്ത് ബോക്സിംഗ് ആണ്? ഫോണോ ലാപ്ടോപ്പൊക്കെ പോകുന്ന പേടിച്ചു വരും. നിങ്ങൾക്ക് ഏതാ മനസ്സിലായോ? ആന്റണി ജോഷുവ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാ. ഇപ്പൊ സൗത്ത് ഏഷ്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാത്തിന്റെയും തുടക്കം നമ്മുടെ ജിങ്കാനെന്നാ, അല്ലടാ? ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് ഒക്കെ അടുത്ത് വരികയല്ലേ. ഇനി കുറച്ച് നാൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ജോഷു ആയിരിക്കും. ഇവനെ നിർത്തിക്കൊണ്ട് പറയല്ല, മിടുക്കന. ഇവനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്നേ എനിക്ക് പറയാനുള്ളൂ, അല്ലടാ ജോഷുവ? നിനക്ക് ഇവരോട് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ടോ. എനിക്കവിടെ ഗുസ്തി കോച്ചിങ് ഉണ്ട്. ഓക്കെ. നീയൊക്കെ എത്ര നാളായടാ ബോക്സിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ച, ഒരു മാസം, 2 ആഴ്ച. ഈ കോലത്തിലാണോ നീയൊക്കെ ബോക്സ് ചെയ്യാൻ പോണേ? ഒന്നിനും ആരോഗ്യമില്ല, നല്ലൊരു ഷൂ ഇല്ല, കണ്ടത്തിൽ കളിക്കാൻ വരുന്ന പോലെയാണ് ബോക്സിങ്ങിന് വരുന്നത്. നീയൊന്നും ഇതുവരെ ബോക്സിംഗ് ഗ്ലൗ ഇട്ടിട്ടില്ലല്ലോ? ഇല്ല. വാ വാടാ.
നീ ഇതിട്ടിട്ട് വാ. ആ പെട്ടെന്ന്. ഒന്നിടിച്ച. ഇതാണോടാ നിന്റെ ഒക്കെ പഞ്ച്? ഒന്ന് ആരോഗ്യത്തോടെ ഇടിക്കടാ. പഞ്ച് ചെയ്യാൻ പറയുമ്പോ വെറുതെ കൈവീശിടിക്കലല്ല. വേൾഡിലെ ഏറ്റവും പവർഫുൾ പഞ്ച് ഒരു ബോക്സറുടേതാണ്. അത് വെറുതെ ഉണ്ടാവുന്നതല്ല. നിങ്ങളുടെയൊക്കെ സ്പീഡ്, ടൈമിങ്, വെയിറ്റ് ഡെലിവറി അതെല്ലാം വരണം. നീ ഒന്ന് ബോക്സിംഗ് സ്റ്റാൻസ് നിന്ന ബാക്കിലേക്ക് കുറച്ച് വൈഡാക്ക്. ചിണ്ടോ. നിന്റെ ലെഗ് ഹിപ്പ് സെയിം ടൈം റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ. അതേ സമയം പഞ്ച് കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. ഒന്ന് ബോഡി ടേൺ ചെയ്ത് ഫുൾ പവർ. ഫുൾ. എടാ അത് പൊക്കിപ്പിടി. ഒരുപാട് പ്രതീക്ഷയുള്ള താരങ്ങളുണ്ട്. ഇത്തവണ കപ്പ് ആലപ്പുഴയുടെ ഷെൽഫിൽ ഇരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് സലീമക്ക് നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ബോക്സ് ചെയ്യില്ലേട്ടാ. ഇതുപോലെ പത്രത്തിലൊക്കെ ഫോട്ടോ തന്നെ അഷറ പോന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഞാനെന്തിനാ പറഞ്ഞ? ഞാൻ പാസ്സായില്ലേ? ഷാനു, എടാ എനിക്ക് ബോക്സിങ് അറിഞ്ഞൂടറാ. നിനക്ക് 1 and 2 അറിയില്ലേ? 1 and 2 പറയാം. മതി. ഏതാടാ സ്ക്വാഡ്? അർണോൾഡിനെ പോലെ പോണത് അഷ്റഫിക്ക. അതിന്റെ ബാക്കിൽ നട്ടാശ പള്ളിത്തുരുത്ത്, പിന്നെ ഗൗരി, റീന, ആലപ്പുഴ ജംഗ്ഷനും കുമരകവും. ഹായ്. ഹലോ ജോജോ. ഹായ് നട്ടാഷ. ബ്യൂട്ടി. നടാശയ്ക്ക് ചോര കണ്ട പേടിയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്റെ മാച്ച് ഉണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബി മൈ ഗസ്റ്റ്. ജോജോ എവിടെ? ജോജോ ദേ നിൽക്കും. കോഴിയാണോ അതോ കോമഡി ആണോ? നോ, ബോക്സർ. ബൈ. ഹായ്. ഹലോ. എന്താ ഇവിടെ? ഇത് കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഫാക്ടറി കാണാൻ വന്നതാ. ഓ ശരി, കാണാം. ശരി. അല്ല അത് ബോട്ട് മീറ്റ്സ്. ജോജോ 1 2 1 to 1.